വെൽക്കം ടു ബിനു ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിൽ ഉള്ള സെന്റൻസുകളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് മാത്രമായിട്ട് കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഓക്കെ, ശരി. ആദ്യം തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ നീ നാളെ വരുമോ? എങ്ങനെ ചോദിക്കുക, നീ നാളെ വരുമോ? ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ക്യാ ക്യാ आप कल आओगे? क्या आप कल आओगे? നീ ഭയങ്കര ഫ്രീ ആയിട്ടാണെങ്കിൽ തുന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ പറയണേ, നീ നാളെ ഓഫീസിൽ പോവോ? അല്ലെങ്കിൽ നീ ഇന്ന് ഓഫീസിൽ പോവോ? ക്യാ ആപ്പ് ആജ് ഓഫീസ് ജാവോगे? ക്യാ ആജ് ആപ്പ് ഓഫീസ് ജാവോगे? മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ ചോദിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നീ എൻ്റെ കൂടെ വരുമോ? അതെങ്ങനെയാ ചോദിക്കുക? നീ എൻ്റെ കൂടെ വരുമോ? ക്യാ ആപ്പ് മേരെ സാത്ത് ആവോगे? അത്രേ ഉള്ളൂ. ക്യാ ആപ്പ് മേരെ സാത്ത് ആവോगे? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ചോദ്യങ്ങളെല്ലാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ നാളെ നാട്ടിൽ പോകും. എങ്ങനെയാ? ഞാൻ നാളെ നാട്ടിൽ പോകും. എങ്ങനെയാ പറയാ? മേ കൽ ഗാവ് ജാവുക. ഇപ്പൊ നാട്ടിൽ പോവാ, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്, പക്ഷെ നമ്മൾ നാട്ടിൽ പോകുന്ന പറയുന്നത് മേം കൽ ഗാവ് ജാവുക. നാട്ടിൽ പോകുന്നതാണ് കേട്ടോ അത് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ വീട്ടിൽ പോകുന്നതാണെങ്കിൽ ഗർ ജാവുക, അത്രയേ ഉള്ളൂ. മേം കൽ ഗാവ് ജാവുക അല്ലെങ്കിൽ ജാവുങ്കി. ഓക്കെ, ഇനിയിപ്പോ ഞാൻ തിരിച്ചു വരില്ല. മേം വാപ്പസ് നെഹി ആവുക. മേം വാപ്പസ് നെഹി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഹി ആവുങ്കി. ഓക്കെ, അതെന്താ? ഞാൻ തിരിച്ചു വരില്ല, അതാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ജാവുങ്ക എന്നുള്ളതിന് പകരം ഇപ്പോ ജായേഗ, ജായെങ്കെ എന്നൊക്കെ കേൾക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാം ഫ്യൂച്ചറിൽ വരുന്ന വാക്കുകളാണ്, മനസ്സിലായോ? പക്ഷെ എന്താ പറയാ, അർത്ഥം ഒന്നാണെങ്കിലും നമ്മളിതിന് ഗ്രാമർ അനുസരിച്ച് വെക്കുന്നതാ. ഇപ്പൊ ആപ്പ് വരുമ്പോ എന്ത് വെക്കണം? ജായകയാണോ, ജാവുങ്കയാണോ, ജായങ്കിയാണോ? അതുപോലെ മേ വരുമ്പോ എന്ത് വെക്കണം? അതുപോലെ തും വരുമ്പോ എന്ത്? അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. പക്ഷേ നമ്മൾ സ്പോക്കൺ ഹിന്ദിയാണ് പഠിക്കുന്നത് അല്ലേ. ഗ്രാമറിന് വലിയ പ്രസക്തി ഇല്ല. ഇതിലിപ്പോ എന്ത് പറഞ്ഞാലും മിക്സ് ചെയ്ത് പറഞ്ഞെന്ന് വെച്ചാൽ എന്താ പറയാ, അതൊരു അർത്ഥം ഒന്ന് തന്നെയാണ്. ഇതിന് വലിയ എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് അങ്ങനെ പഠിക്കാൻ നിന്നാൽ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞ? മേം കൽ ഗാവ് ജാവുങ്ക. മനസ്സിലായോ? അതാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ പോയല്ലേ, അപ്പൊ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ചോദിക്കാണ്, നീ എന്നെ ഓർക്കുവോ? എങ്ങനെയാ ചോദിക്കുക? നീ എന്നെ ഓർക്കുവോ? ആപ് മുझे याद करोगे? आप मुझे याद करोगे? അപ്പൊ നമ്മൾ എന്താ പറയാ? മേം ഹമേശ യാദ് രഖൂങ്ക. മേം ഹമേശ യാദ് രഖൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാദ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓർക്കുക അല്ലെ. ഞാൻ എപ്പോഴും ഹമേശ യാദ് രഖൂങ്ക, ഓർക്കും, എപ്പോഴും ഓർക്കും, അതാണ് കേട്ടോ. ശരി, ഇനി ഒരു സെന്റൻസ്, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചത് വെയിറ്റ് ചെയ്യണേന്ന് എന്താ പറയണേ? ഇന്തസാർ അല്ലേ. ഇന്തസാർ കർണ. അപ്പോ മേം ആപ്കോ ഇന്തസാർ കരൂങ്ക. ഓക്കെ, അതല്ലെങ്കിൽ ആപ്കെ ലിയെ ഇന്തസാർ കരൂങ്ക, അതാണ്. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറയണം, അയ്യോ ഇനിയിപ്പോ എൻ്റെ കയ്യിൽ അത്ര സമയം ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയാണ്, എൻ്റെ കയ്യിൽ അത്ര സമയം ഉണ്ടാവില്ല, എനിക്കത്ര സമയം ഉണ്ടാവില്ല. എങ്ങനെയാ പറയാ? मेरे पास इतना टाइम नहीं होगा. സമയം नहीं होगा എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് അത്രയും സമയം ഉണ്ടാവില്ല, അത്രയും വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അങ്ങനെ പറയില്ലേ നമ്മള്, അതാണ് കേട്ടോ. ശരി, ഇനിയിപ്പോ നമ്മൾ എല്ലാവരും പറയുന്ന, നാളെ മുതൽ ഞാൻ എന്നും എക്സസൈസ് ചെയ്യും. എങ്ങനെയാ? നാളെ മുതൽ ഞാൻ എന്നും എക്സസൈസ് ചെയ്യും. എങ്ങനെയാ പറയാ? നാളെ മുതൽ കൽസെ അല്ലെ. കൽസെ, സേ എന്നറിയാലോ, മുതൽ എന്നാണ് അല്ലെ. കൽസെ മേം ഡെയിലി, എന്നും. എങ്ങനെയാണ്? റോജ്. കൽസെ മേം റോജ് എക്സസൈസ് കരൂങ്കി അല്ലെങ്കിൽ കരൂങ്ക. മനസ്സിലായോ? കൽസെ മേം റോജ് എക്സസൈസ് കരൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മുതൽ ഞാൻ എന്നും എക്സസൈസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ചോദിക്കാണ്, അവൻ നാളെ വരും. അതെങ്ങനെ പറയാം? വളരെ ഈസിയാണ്. അവൻ നാളെ വരും. वो कल आएगा. वो
കല്ലായേക. വളരെ സിമ്പിൾ ഇതാണ് കേട്ടോ, സെന്റൻസുകളാണ്. ശരി. അതുപോലെ തന്നെ നാളെ മുതൽ എനിക്ക് ഓഫീസിൽ നേരത്തെ എത്തേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ ചെല്ലേണ്ടി വരും എന്ന് പറയില്ലേ. നാളെ മുതൽ എനിക്ക് നേരത്തെ പോകേണ്ടി വരും. അതെങ്ങനെയാണ്? കൽസേ മുझे ജൽദി ഓഫീസ് പहुंचना होगा. കൽസേ മുझे ജൽദി ഓഫീസ് പहुंचना होगा എന്ന് കേട്ട് കഴിഞ്ഞാൽ അതെന്താ പറയണേ? നാളെ മുതൽ എനിക്ക് നേരത്തെ ഓഫീസ് പहुंचना എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക കേട്ടോ. അപ്പോൾ എത്തിച്ചേരേണ്ടി വരും, അതാണ് ജൽദി പहुंचना होगा. മനസ്സിലായോ? അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത്, ഇത് ഫ്യൂച്ചറാണ്, ഇതിലെല്ലാ ടെൻസും ഉണ്ട്. മനസ്സിലായോ? പക്ഷെ നമുക്കത് അങ്ങനെ പഠിച്ചെടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്, ഗ്രാമർ എല്ലാം കൂടെ. അപ്പൊ അതുകൊണ്ട് ഇത് സംസാരിക്കാൻ എന്താ പറയാ, പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നും. മനസ്സിലായോ? ഇത് ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് ഇത് ഗ്രാമർ സ്പെഷ്യലായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ നമ്മുടെ വായിൽ വന്നു പോകും. സെന്റൻസുകളായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഞാൻ പറയാണ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എങ്ങനെയാ പറയാം? ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും, അല്ലേ? അതെങ്ങനെയാ പറയാം? मैं अपनी तरफ से पूरी कोशिश करूँगी. मैं अपनी तरफ से पूरी कोशिश करूँगा. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, അതാണ്. മനസ്സിലായോ? ശരി. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് പറയാണ്, നിനക്ക് ഈ ജോലി എന്തായാലും കിട്ടും, തീർച്ചയായും കിട്ടും. എങ്ങനെയാ പറയാ? നിനക്ക് ഈ ജോലി തീർച്ചയായും കിട്ടും. ആപ്പോ നോക്കറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ജോബ്. ആപ്പോ നോക്കറി ജറൂർ മിൽ ജായേഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും കിട്ടും. ജറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, മിൽ ജായേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. മനസ്സിലായോ? ആപ്പോ നോക്കറി ജറൂർ മിൽ ജായേഗി. അപ്പോൾ നിനക്ക് ഈ ജോലി എന്തായാലും കിട്ടും. മനസ്സിലായോ? ശരി. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണ്, നിന്റെ അഭിപ്രായം ഒന്ന് പറ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എങ്ങനെയാ പറയാം? ഞാനൊന്ന് ഇതിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, അല്ലേ? എങ്ങനെയാ പറയാം? मैं इस बारे में അല്ലെങ്കിൽ इसके बारे में सोचकर बताऊंगी. मैं इसके बारे में सोचकर बताऊंगा. മനസ്സിലായോ? ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, അതെനിക്ക് ആലോചിക്കേണ്ടി വരും. എങ്ങനെയാ പറയാ? സോച്ന പടേക. നമ്മളൊരു പടേക ക്ലാസ് ഇട്ടിട്ടുണ്ട്, അല്ലേ? ഓ മുझे സോച്ന പടേക. അല്ലെങ്കിൽ എനിക്കത് നോക്കേണ്ടി വരും. ഓ മുझे ദേഖ്ന പടേക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സെന്റൻസുകൾ, ഇത് വെറുതെ നമ്മൾ ഫ്യൂച്ചർ മാത്രം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയതാണ്. ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്യൂച്ചറിലെ സെന്റൻസുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, നമ്മൾ പല പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫായി കിടന്നിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം അത് ഓൺ ചെയ്തു, പിന്നെ അത് ഓഫ് ആവുന്നുണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം അത് ഓണാണ്. അപ്പോൾ കമൻസ് നിങ്ങൾ ചോദിക്കുക കേട്ടോ. എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ്, അത് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.